തേങ്ങ പൊളിക്കുന്നുണ്ട്. രാത്രി മഴ പെയ്യുന്ന എനിക്ക് അറിഞ്ഞൂടാ. നാളെ അച്ഛനും അമ്മയും കൂടി വരും. കുഞ്ഞേട്ടൻ കൊടുത്ത് പിന്നെ ഞാൻ തന്നെ ഇടണം. മറ്റേ ആഗ്രഹത്തിൽ പത്തിരി ചട്ടി മിസ്സാക്കി കട്ടിങ് വല. പിന്നെ ഈ ഗ്ലാസ് ഒക്കെ വെക്കുന്ന ട്രേ. പിന്നെ ഭയങ്കര പേടി. എനിക്കൊരു ആങ്സൈറ്റി പൊതുവേ എനിക്ക് കൂടുതലാണ്. സൈലന്റും കൂടി ആവുമ്പോൾ പറയട്ടെ, കുഞ്ഞുങ്ങളില്ലേ പിന്നെ ഞാൻ അവിടെ നിൽക്കില്ല, നേരെ ഞാൻ ഓടും അങ്ങേക്ക്. ഹലോ, ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മുടെ പുതിയ വീട്ടിലെ ആദ്യത്തെ ഡേ ഇൻ ലൈഫ് ആട്ടോ ഇത്. അപ്പൊ എന്തായാലും പുതിയ വീട് കാണണമെന്ന് ആഗ്രഹിച്ചവർക്കൊക്കെ ഇത് നമ്മള് ഓൾറെഡി ഹോം ടൂർ ഇട്ടിട്ടുണ്ട്. ഇനിയിപ്പോ ഇന്നത്തെ ദിവസത്തിലെ നമ്മളെ ദിവസം, ഈ പുതിയ വീട്ടിലെ ഒരു ദിവസവും കൂടി നമുക്ക് കാണാം. എല്ലാ മക്കളൊക്കെ ഉറങ്ങാണ്. ഞാൻ രണ്ടാളും കൂടെ ഇന്നത്തെ ദിവസമായതുകൊണ്ടൊന്ന് നമ്മൾ സ്റ്റാർട്ടിങ് ആയതുകൊണ്ട് അമ്പലത്തിലൊക്കെ പോയിട്ട് വരാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിന്റെ പരിപാടിയിലാണ്. ഇപ്പോൾ രാവിലെ കുളിച്ച് ഇതൊക്കെയായി ഇനി നേരെ അമ്പലത്തിലേക്ക്. പുതിയൊരു ദിവസത്തിലേക്ക് എല്ലാവർക്കും നിങ്ങളെ പ്രാർത്ഥന എല്ലാവരുടെയും പ്രാർത്ഥനയും കൂടെ വേണം കേട്ടോ. കുഞ്ഞു പറ്റിച്ചോ? പക്ഷേ നമ്മൾ അഞ്ചാറ് മാത്രം ടേസ്റ്റില്ലേ? കുറെ ദിവസമായിട്ട് ഇപ്പൊ അടുപ്പെല്ലാം ഒന്ന് സെറ്റ് ആക്കിയിട്ടുണ്ട്. കുറെ ദിവസമായിട്ടുള്ള ആഗ്രഹം ആമ്പഴ ശരി. മാങ്ങ ഇങ്ങനെ വേവിച്ചു ഞാൻ അതിനോട് തീരി മുളക് പൊട്ടിയിട്ടുണ്ട്. പണ്ട് എനിക്കൊരു അബദ്ധം പറ്റിപ്പോയി, കുറെ മുളക് പൊട്ടിയിട്ടിട്ട്. ഇത് നമ്മൾ നാടൻ മാങ്ങ. നാടൻ മാങ്ങ ഇത് മതിയില്ലേ? ഇത് മതിയാവൂലേ? അധികം മധുരം ആയാലും കൂട്ടാൻ പറ്റുന്നുണ്ട്. കുറച്ച് ശർക്കര, തീരെ ചെറുതാക്കിട്ട്, തിരി മഞ്ഞൾ, തിരി തൈര്. അതെ, മഞ്ഞളും മുളകും ഇട്ടിട്ടുണ്ട്. മാങ്ങ ഉപ്പിട്ടില്ല, ഉപ്പും കൂടിയിട്ട് ഇതിന്റെ റെസിപ്പി എനിക്ക് എന്തായാലും എല്ലാരും പറഞ്ഞു തരുതേ. മറ്റേ വെല്ലമൊക്കെ ചേർക്കണോ? അത് വേണ്ടേ? ഒരു പ്രാവശ്യം വെല്ലം ചേർത്തിട്ട് മറ്റേ ഇല്ലെങ്കിൽ കുറെ ചേട്ടാ ഒരു ഇത്തിരി മധുരം പോകും. പിന്നെ തേങ്ങയും കടുകും തൈരും കൂടി അരച്ചിട്ട് നമുക്കിതാ ഈ ഒരു സാധനം കൂടാ. നമ്മളെ പുതിയ വീട്ടിൽ നമുക്ക് കിട്ടിയില്ല സാധനം കേട്ടോ. മധുരച്ചീരാന്ന് പറയും അല്ലേ? മധുരച്ചീരാന്നല്ലേ പറയാ? എന്താ പറയാ? ശരിക്കും അറിഞ്ഞൂടാ. അതിനെന്തോ ഒരു ചീരയാണ്. ആൾക്കാർ പറയാ ഈ സാധനം. ശിവദാസേട്ടൻ കണ്ടിക്കാ. ഓ, ഹൗസ് ഓണർ കണ്ടിട്ടുണ്ട്. ഈച്ച ഉണ്ട് കേട്ടോ ഫുള്ള്. മാങ്ങാക്കാലമായി കഴിഞ്ഞാൽ ഈച്ചകൾ ഫുള്ളുണ്ടാവും. കട്ടിങ് പല ഇല്ലേ? കട്ടിങ് പല ഞാൻ പുതിയ വാങ്ങാൻ വിചാരിച്ചിട്ട് പഴയ ഇത് വടകൽ ഉപേക്ഷിച്ചു തന്നു. അത് 2-3 സാധനമായിട്ട് അബദ്ധം പറ്റില്ലേ സാർ? അതെ, പത്തിരി ചട്ടി മിസ്സാക്കി. കട്ടിങ് പല. പിന്നെ ഈ ഗ്ലാസ് ഒക്കെ വെക്കുന്ന ട്രേ, അതൊക്കെ പുതിയ വാങ്ങാൻ പ്ലേറ്റ് വെച്ച് കട്ട് ചെയ്തില്ല. പ്ലേറ്റ് വെച്ചിട്ട് പ്ലേറ്റ് വെച്ച് കട്ട് ചെയ്ത കയ്യോട്ട് കട്ട് ചെയ്യാം. പക്ഷെ ഫിംഗർ ടോപ്പില്ല.
കുട്ടിയായിട്ട് നല്ല ടേസ്റ്റ് ആട്ടോ. ഉപ്പേരി വെച്ച് കഴിഞ്ഞാലും ഇന്നലെ ഉപ്പേരി വെച്ചത് നല്ല ടേസ്റ്റ് ആയിരുന്നു. മുട്ടയും കൂടി ഇട്ടിട്ട് നല്ല. ഇതിന് ചക്കക്കുരു അങ്ങനെ എന്തെല്ലാം കൊണ്ടുവന്നിരിക്കും, പക്ഷെ ഇറക്കാനുള്ള നേരല്ലേ. ചക്ക അത് നമുക്ക് നാളെ ട്രൈ ചെയ്ത് നോക്കാം. ചക്കക്കുരുവും ഈ ഇലയും കൂടി നല്ല ടേസ്റ്റ് ഉണ്ടാവും നമ്മാണെങ്കിൽ. പിന്നെ ഇത് മാങ്ങയുണ്ട്, പച്ചമാങ്ങ ഇട്ടിട്ട് കറി വെക്കാൻ ചക്കക്കുരു. ഇതൊക്കെയാ കഴിക്കണ്ടേ. ഇനി ഫുള്ള് നാടനാ. ഇവിടെ വെളിച്ചം കുറച്ച് കുറവാണ് കേട്ടോ. അത് കറുപ്പായതിനെ കൊണ്ട് കറുപ്പായതിനെ കൊണ്ട് ഈ ജനലെന്താ പറഞ്ഞാൽ എല്ലാം തുറന്നിടായിട്ടാ. ഇതെങ്ങോട്ട് കാണിക്കണമെങ്കിൽ കാടല്ല പറമ്പ്. പറമ്പുകളാണ് ഇവിടെ ടൗണ്. മറ്റേ വടകര പോലെയല്ല. അതെ, വടകര ഒരു മതിലായിരുന്നു. ബാക്കിലൊരു അല്ലടെ പോയാലും അങ്ങനെ മരുതോകരെ മതിലായിരുന്നു. പക്ഷെ ഇത് അങ്ങനെയല്ല. ഇത് അങ്ങനെയല്ല, പക്ഷെ വീടുകളൊന്നുമില്ല. ഒരിക്കലും ബാക്കിൽ നമുക്ക് വീടുണ്ടായില്ല. മുളകൊന്നും അങ്ങനെ തന്നെ. ഇതുവരെ വാടകയ്ക്ക് താമസിച്ചു. നാലാമത്തെ വീട് അല്ലേ? നാലാമത്തെ വാടക വീട്ടിലാന്നല്ലേ. ഞാൻ പിള്ളേരെയൊക്കെ കാണിച്ചു തരാം. ഒരാള് നാളത്തേക്കുള്ള പ്രിപ്പറേഷനിലാണ്. ബുക്കൊക്കെ പൊതിയിടുന്നുണ്ട്. ഞാൻ തന്നെ പൊതിയിട. ഞാൻ കുറച്ച് കുഞ്ഞേട്ടൻ ഇട്ട് കൊടുത്ത്, പിന്നെ ഞാൻ തന്നെ ഇടണം. മറ്റേ ആഗ്രഹത്തിന് ഇട്ട് കൊടുക്കുന്നു. നോക്ക് അത് തീർന്നാ. തേങ്ങ പൊളിക്കാനുള്ള ശ്രമത്തിലാണ് മക്കൾ. തേങ്ങ ഇതൊക്കെ നമ്മളെ അങ്ങനെയുള്ള പണിയായുധങ്ങളാണ്. അതെ, ഞങ്ങൾ വടകരയിൽ നിന്ന് കൊണ്ടുവന്നതാണ്. വടകരയിൽ നിമ്പളും കൊണ്ടുവന്നല്ലോ അല്ലേ? ആ ഉണ്ണിയേട്ടൻ കൊണ്ടുതന്നാ. ഉണ്ണിയേട്ടൻ വരുന്നന്ന് കേട്ടോ. ഞങ്ങളെ പ്രകൃതി സുന്ദരമായ സ്ഥലം. പകല് പ്രകൃതി സുന്ദരാണ്, പക്ഷെ രാത്രി എനിക്ക് പ്രകൃതി എനിക്ക് നല്ല ധൈര്യമുള്ളതിനെ കൊണ്ട് ഞാൻ പിന്നെ എല്ലാവരും നിൽക്കും. സത്യം പറയാലോ, എനിക്ക് ഭയങ്കര പേടിയാ. സൈ ചേട്ടൻ വന്ന് നിൽക്കലാട്ടോ. ബാക്കിലൊക്കെ എന്തെങ്കിലും അടുക്കളപ്പുറത്തൊക്കെ എന്തെങ്കിലും ചെയ്യാൻ എന്താ അറിയില്ല. എനിക്ക് ഇങ്ങനെയുള്ള സ്ഥലം എനിക്ക് ഭയങ്കര പേടിയാ. പണ്ട് ഞാൻ മുള്ളംകുന്ന് താമസിച്ച ആ ഒരു ഏരിയ എങ്ങനെ തന്നെയാണ് അല്ലേ സാർ? കാട് പോലെ. എനിക്കിങ്ങനെ കുറച്ചൊരു ടൗണ് വിട്ട് ജീവിക്കാനാണ് ഇഷ്ടം. ഇപ്പൊ മറ്റേ മോഹൻലാലിന്റെ ഒരു സിനിമയിലായിരുന്നു, ഭാര്യക്ക് ടൗൺ ഇഷ്ടം, ഭർത്താവിന് ഗ്രാമം ഇഷ്ടം. അതേമാതിരിയാണ്. ഞാൻ ഒരു ടൗൺ ആകുമ്പോ എന്തെങ്കിലും സാധനം വാങ്ങാൻ പോവാനൊക്കെ എളുപ്പല്ലേ. ഇങ്ങനെ വണ്ടി പോകുന്ന ഒച്ചയൊക്കെ കേൾക്കണം. രാത്രി മഴ പെയ്യുമ്പോ എനിക്ക് അറിഞ്ഞൂടാ, ഭയങ്കര പേടി. എനിക്കൊരു ആങ്സൈറ്റി പൊതുവേ എനിക്ക് കൂടുതലാണ്. സൈലന്റും കൂടി ആകുമ്പോൾ പറയട്ടെ. കുഞ്ഞുങ്ങളില്ലേ പിന്നെ ഞാൻ അവിടെ നിൽക്കുകയില്ല, നേരെ ഞാൻ ഓടും അങ്ങേത്തെ ആളിനെവിടെയും പിരിച്ചു കിടന്നാലും എനിക്ക്. ഞാൻ ആദ്യം പറയേ അങ്ങ് എൻ്റെ വീട്ടിലുള്ള ഏട്ടനോടും ഭാര്യനോടും പറയും, നിങ്ങളെപ്പോൾ ഒരു പായ് എനിക്ക് വിരിക്കാനൊരു സ്ഥലം തരണം. പണ്ടേ പേടിയാട്ടോ. ആരെയും മരിച്ചാലും പേടിയാ, ജീവിച്ചാലും പേടിയാന്ന് പറഞ്ഞാൽ എല്ലാത്തിനും പേടി. ഇവിടെ ഇതിന്റെ ഇംഗ്ലീഷ് കീരാന്ന് അറിയുന്നല്ലേ സാർ? അതിന്റെ ഒറിജിനൽ നേരത്തെ അതിനെ കൊണ്ടുള്ള കറി ശരി. പിന്നെതാ അമ്പളം മാമ്പഴ പുളിശ്ശേരി, അങ്ങനെയൊക്കെയാ പറയാ. കറി മാങ്ങേന്റെ, പഴുത്ത മാങ്ങേന്റെ കറി. ഞാൻ എത്രയോ ആയി ഉണ്ടാക്കണം വിചാരിക്കുന്നത്. അവസാനം മാങ്ങ തീരാനായി. പിന്നെ ഇന്നിപ്പോ സ്പെഷ്യൽ എന്നൊന്നും പറയാൻ പറ്റൂല. കുറച്ച് ചിക്കൻ ഉണ്ടാക്കി. അതെന്ന് വെച്ചാൽ എന്ത് മാമ്പഴ പുളിശ്ശേരി കഴിഞ്ഞാൽ ചിക്കൻ വേണം. ഇന്നത്തെ ചിക്കൻ വെള്ളമായി പോയി വിചാരിക്കുന്നത്, വറ്റി വരണം കേട്ടോ. കാരണം 2-3 ദിവസമായിട്ട് ചിക്കൻ തന്നെയാ. കുറച്ച് വാങ്ങി. മീൻ വാങ്ങുന്നതിനെക്കാളും അതാണ്. മീനിന് നല്ല പൈസയാണ്. 120 മീൻ വേണം. എന്നാലും കുറച്ച് ചിക്കൻ വാങ്ങാന്ന് വെച്ച് ഉച്ചക്കത്തെ ചോറ് ഇപ്പം ഇങ്ങനെയൊക്കെയാണ് വിചാരിച്ചത്. പിന്നെ ഇനി മാങ്ങ ഒരു ഉപ്പേരി ഉണ്ടാക്കണം വിചാരിച്ചത്. അതാട്ടോ നമ്മൾ കറി വെച്ചേ. ഉപ്പേരി ഉണ്ടാക്കണം വിചാരിച്ച മടി. അതൊക്കെയാണ് ഉച്ചക്കത്തെ ഫുഡ്. നമ്മളെ വാതിലടിക്കട്ടെ, നമുക്ക് മുകളിൽ പോവാം. നമ്മളെ മക്കള് കളിക്കാൻ തോന്നും അല്ലേ? കളിക്കണോ സാർ? പുഴയിലടക്കണ്ടല്ലോ.
അങ്ങനെ സ്റ്റെപ്പ് കയറി നമ്മൾ മേലേക്ക് പോകണം. 18 പടിയുണ്ട്. എന്നാലും കുഴപ്പമില്ല. പിന്നെ വീഡിയോയുടെ സൗണ്ട് ഇല്ലാതെ സൗണ്ട് എനിക്ക് തോന്നുന്നു എക്കോ കൊണ്ടായി. എന്തായാലും ഒരു പടി തന്നെ ഒരു മൈക്കൊക്കെ വാങ്ങാം. മൈക്ക് വാങ്ങാം, അല്ലാണ്ട് എനിക്ക് തോന്നുന്നില്ല. ഇതാ രണ്ടാളും പേരൻസ് കളിക്കുകയാണ്. സിദ്ധു ഇതൊന്നും പറയാത്തെ? ക്യാരംസിൽ ഒടുക്കത്തെ പൊടി അതുകൊണ്ട് സിദ്ധുവിന് ഒടുക്കത്തെ ചോക്ലേറ്റ്. ആ മതിയെ, രാവിലെ തൊട്ടേ ഓന് ഇതുണ്ട്, കണ്ണൊക്കെ ചുവപ്പ്. അങ്ങനെ ഒരു പൊടിയിൽ കുറച്ച് ചെറിയ പ്രശ്നങ്ങളുണ്ട്. പൊടിക്കുന്നില്ല. പിന്നെ എന്നോട് നാളെ സ്കൂൾ പോകുന്ന കാര്യത്തിൽ പറഞ്ഞു കൊടുക്കും. 2 മാസം പോയാൽ അറിഞ്ഞിട്ടില്ല, പെട്ടെന്നാണ് പോയിക്ക് 2 മാസം. ഇനിയിപ്പോ ഇത്രയും കാലം കാത്തിട്ടുണ്ട്, അടുത്ത കൊല്ലം 10 മാസം ഇനി കാത്തിക്കണം. 2 മാസം വേഗം പോകേണ്ട. ഇപ്പൊ ഓണാവും, 10 ദിവസം കിട്ടും അല്ലേ? പിന്നെ ഒക്ടോബർ നവംബർ ഡിസംബറിൽ 10 ദിവസം, ജനുവരി ഫെബ്രുവരി മാർച്ച്, ജനുവരി ഫെബ്രുവരി മാർച്ച്, ഫെബ്രുവരി മാർച്ചിൽ കുറച്ച് കഴിഞ്ഞിട്ടുണ്ടാവും. പിന്നെ ഏപ്രിൽ പിന്നെയും പോയിട്ട് ഇനി 9ാം ക്ലാസ്സുകാരെ, പിന്നെ 9ാം ക്ലാസ് കഴിഞ്ഞ പിന്നെ 10ാം ക്ലാസ് കുഞ്ഞു വിളിക്കുന്നത് വലിയ കുഞ്ഞു. വലിയ കുഞ്ഞുമായി. ഇവിടെ ഇരുന്നാല് ആടെ ഒരു വയലുണ്ടേ, ഇതൊക്കെ ഇങ്ങോട്ട് വയലും കാര്യമൊക്കെ ഇവിടെ ഒരു വയലുണ്ട്. വയലും കാര്യമൊക്കെയാണ്. ഇങ്ങനെ നോക്കിയാൽ നമ്മള് മേലെ നിന്ന് നോക്കിയാൽ കാണുന്ന ഏരിയകളാട്ടോ. ഇത് മാവ് നല്ല മാങ്ങകൾ ഉണ്ടായിരുന്നു, കുറെ മാങ്ങ പറിച്ച് നമ്മള് കുറച്ച് മാത്രമേ ഉള്ളൂ. ബാക്കിയെല്ലാം ഇവിടെ തിന്ന് കുറേ ഇവിടെ തിന്നി, കുറേ മാങ്ങ ഇട്ടി. പിന്നെ ഇനിയിപ്പം നമുക്ക് ചോറ് തിന്നണം. ചോറും പിന്നെ അതിൻ്റെ ദേവുവിന് സാധനം വാങ്ങാൻ പോകണം. ദേവുവിന് നാളെ പോകണം. നാളെ ഉച്ചയാകുമ്പോഴത്തേക്ക് ദേവുവിന് പോയിട്ട് ഇനിയിപ്പം എക്സാം ഒക്കെ കഴിഞ്ഞിട്ടാണ് വരും. 20 വരും സ്റ്റഡി ലീവിന്. നാളെ എന്തോ എക്സാം ഉണ്ട് ഉച്ചയ്ക്ക് ശേഷം. പിന്നെ നാളെ ആണെങ്കിൽ സ്കൂൾ തുറക്കുന്നതാണ്, രാവിലെ സ്കൂൾ പോകണം. മക്കൾക്ക് നാളെ തൊട്ട് പോകാനായി. പുതിയ സ്ഥലത്തെ പുതിയ സ്കൂള്, പുതിയ സ്ഥലമൊക്കെ ഇനി അങ്ങനെ പൊരുത്തപ്പെട്ട് വരുന്നു. ഓല് കിട്ടും. എനിക്കില്ല കൊയിലാണ്ടി പഴയ സ്ഥലമാണല്ലോ. പക്ഷെ എന്നാലും എനിക്കിൻ്റെ വടകര ഇഷ്ടമാണ്. എന്താ അറിയില്ല, ഇഷ്ടമാണ് വടകര അല്ലേ സാർ? അതിനോടൊരു അറ്റാച്ച്മെന്റ് ഉണ്ട്. പക്ഷെ എന്നാലും ആടെ നിൽക്കുമ്പോൾ വിചാരിക്കും ഇവിടെ എവിടേക്ക് വരണമെന്ന് തോന്നലല്ലേ. അത് എന്തെങ്കിലും ഒരു ആവശ്യവും കാര്യം ഉണ്ടാകുമ്പോൾ മഴയത്തൊക്കെ ഇവിടുന്ന് പോകാൻ പറ്റായിരിക്കോ, ഈ ഏരിയയിൽ എവിടെ ആയെങ്കിലും വലിയ കുഴപ്പമില്ലായിരുന്നൊക്കെ അങ്ങനെ ആഗ്രഹം ഉണ്ടെങ്കിൽ പോലും പലസപ്പോഴും വടകര പോകും. വടകര ഒരു മിസ്സിങ് ആണ്. നമുക്ക് വിചാരിക്കുന്നത് ഇപ്പം വടകര ഒരു വീട് എടുക്കേണ്ടി വരും, കൊയിലാണ്ടി എടുക്കേണ്ടി വരും, രണ്ടിടത്തിലും അങ്ങനെ വിചാരിക്കുന്നത്. ഇനിയിപ്പം നമ്മൾ എന്താക്കുക, ചോറുന്നല്ലേ? സ്വന്തമായിട്ട് നിൽക്കുന്നതിന്റെ അവസാന മറ്റേ കൈ കിട്ടിയ ചെറുതിലെ മൊത്തം ഓടി ഇങ്ങനെ നല്ലതായത്. ഈ നഖം മുറിച്ചിട്ടില്ല? നഖം മുറിച്ചേ നാളെ ഒരു നഖപ്പാടും കഴിക്കണ്ടേ, അതാ നഖം. ഉണ്ടാക്കൂലേ നാളെ? നാളെ അച്ഛനും അമ്മയും കൂടി വരും. സമയം ഏകദേശം 1 മണി കഴിഞ്ഞു തോന്നുന്നു. ആദ്യമായിട്ട് സ്കൂളിൽ പോകുന്നല്ലേ? എന്നാ ഭക്ഷണം കഴിക്കാൻ പരിപാടി നോക്കോ. 1 മണി 1:30 ഉണ്ടാവില്ലേ? എണീറ്റോ. മാമ്പഴ പുളിശ്ശേരി. പുളിശ്ശേരി എന്നാണ് പറയാ. പുളിശ്ശേരി പുളിശ്ശേരി ടേസ്റ്റ് നോക്കി ടേസ്റ്റ് നോക്കി. മാങ്ങ വേണ്ട, കുഞ്ഞൂരോ? മാങ്ങ വേണ്ട അറിയും അല്ലേ? ഞാൻ വിചാരിച്ചത് മോര് അറിയാം. ഇതോ ഇല്ല മറ്റേ തൈര് വെച്ചിട്ടുണ്ടാക്കിയോ അറിയാം. ടേസ്റ്റ് നോക്കട്ടെ. ടേസ്റ്റ് നല്ല ടേസ്റ്റ്.
നല്ല ടേസ്റ്റ് അല്ലേ? ഇന്ന് നല്ല വെയിലുള്ളതുകൊണ്ട് വേഗം അറിയിക്കില്ലേ? വടകരയാകുമ്പോ പരിപാടിയില്ല. നമുക്ക് സമയത്ത് നോക്കി എടുത്താൽ മതി. ഇതിങ്ങനെ വെയില് വരുന്നത് നോക്കി നിൽക്കേണ്ടി വരും. വടകരയാകുമ്പോ ഇന്ന് ആ ഷീറ്റിന്റെ അടിയിൽ ആറിയിട്ടാല് നാളെ അലക്കിയിട്ട് ആറിടാൻ പോകുമ്പോ അതെടുക്കുക അല്ലേ? അതിന്റെ ഇടയ്ക്ക് പിന്നെ വെയിലായാലും അവിടെ തന്നെ മഴയല്ല അവിടെ തന്നെ അല്ലേ? ഇതിപ്പോ ഇങ്ങനെ വെയിൽ കാണുമ്പോ എടുത്ത് പുറത്തേക്ക് ഇടും. കാരണം ഇതിന്റെ ഉള്ളിൽ നല്ലോണം ആറി കിട്ടൂല, ചൂടൻ കിട്ടൂല. അതാണ് ചുമ്മാ അങ്ങനെ അവിടെ കടക്കുക ചെയ്യും. എന്താ ഭാഗ്യത്തിന് നല്ല ഓ ഇപ്പൊ 2 ദിവസമായിട്ട് ഒരു കുഴപ്പമില്ല, നല്ല വെയിലുണ്ട്. ഇവിടെ വെയിലുണ്ട്, തന്നെ വെയില് പോയിട്ടില്ല. നല്ല വെയിലായിട്ട് ഇതെല്ലാം ഉണങ്ങിയല്ലോ. രാവിലത്തെ മഴക്കാറുണ്ടായിരുന്നു കുറച്ച്. അപ്പൊ ഞാൻ ദേവുവിന് കൊണ്ടുപോകാനുള്ള ഒക്കെ ഉണ്ടായിരുന്നു. ദേവ് കോളേജിൽ നിന്ന് കൊണ്ടുപോകണേ. ഇങ്ങനെ ഒരു ഡേ എടുത്തിട്ടെല്ലാം കൂടി ഉച്ചയായി 3 മണിയാവാന്. 3 മണിയാവില്ലേ? ഇങ്ങനെ ഇപ്പൊ നമുക്ക് ബാക്കിയുള്ള പരിപാടി എന്താ വെച്ചാൽ ഇനി ഇതൊക്കെ തന്നെ, വേറൊന്നുമില്ല. ഇവിടെ വന്നിട്ട് മാറ്റങ്ങൾ എന്നൊന്നും പറയാനില്ല, കണ്ടിന്യൂസ് ആയിട്ട് പോകുന്ന പരിപാടികൾ തന്നെ അല്ലേ സാ? ഇതിലൊക്കെ ചെറിയൊരു മാറ്റം ഉണ്ടെന്നാണല്ലോ. ഒന്നാമത് നമ്മളെന്താ ഒരു സ്ഥലത്ത് നിന്നുണ്ടായ ഒരു മാറ്റം ഉണ്ടാവുമല്ലോ. കഴിഞ്ഞോ പരിപാടികളൊക്കെ? അപ്പൊ ഗൈസ് നമ്മളെ ഇന്നത്തെ ദിവസം ഫുള്ളായില്ല. കാരണം ഇതിപ്പോ വൈകുന്നേരമായി, ചോറൊക്കെ തിന്നു. എല്ലാം ചോറ് തിന്നാൻ ലേറ്റ് ആയിട്ടോ, അതുകൊണ്ട് തന്നെ ഇപ്പൊ ചായ കുടിച്ചിട്ടില്ല. അങ്ങനെയാകുമ്പോ അതിന് ഇവിടെ ഡേ ലൈഫ് ഫുള്ളാക. ചായ ഒന്നാമത് ചായ മക്കളാരും അങ്ങനെ അങ്ങോട്ട് കുടിക്കലില്ല. പിന്നെ എന്റെ ബേക്കറി കടി അതിങ്ങനെ വീട്ടിലുള്ള സമയത്ത് ബേക്കറി ഇടക്കിടക്ക് അതിന്റെ ഉള്ളിൽ കൂടി തന്നെ പോയി അതെടുത്ത് തിന്ന് അതൊക്കെ പരിപാടിയാണ് ഇടയ്ക്ക്. അതുകൊണ്ട് പ്രത്യേകിച്ച് ഒരു സമയമൊന്നും അതിനില്ല. അപ്പൊ അങ്ങനെ ബേക്കറി ഒക്കെ കഴിച്ച് അത് ഇടയ്ക്കിടയ്ക്ക് പോയി. അപ്പം പിന്നെ ദേവ് കുറച്ച് സാധനം വാങ്ങാൻ ടൗണിൽ പോയതാണ്. നമുക്ക് നാളെ രാവിലെ പോകേണ്ടത്, അതിനെ കൊണ്ട് പിന്നെ ഞാനും സൈഷറിന് വെള്ളും. അപ്പൊ നമ്മൾ ഈ ഡേ ലൈഫ് ഇവിടെ ഇന്ന് ഇവിടെ ഇപ്പം തീരെയാണ്. ഇനിയും കുറച്ച് പരിപാടികളുണ്ട്, രാത്രി പരിപാടിയൊക്കെ ഉണ്ട്. പിന്നെ വൈകിട്ട് നിർത്തുകയാണ് കേട്ടോ. അതെ, ഈ വീഡിയോ എടുക്കാനുള്ള ഒരു ചാൻസ് ഇല്ല. അപ്പം പിന്നെ ആരെങ്കിലും കുറച്ച് ആൾക്കാർ ഇരുന്നും ഒക്കെ ഉണ്ട് നമുക്ക്. അപ്പൊ അതുകൊണ്ട് നമ്മളെ ഇന്നത്തെ ദിവസം ഇവിടെ വെച്ച് നിർത്തുകയാണ്. ഇനിയിപ്പോ ഓരോ ഇനിയുള്ള ഡേ ലൈഫ് ഒക്കെ എന്ന് പറഞ്ഞാൽ ഈ പുതിയ വീട്ടിൽ വെച്ചിട്ടാണ്. അപ്പോൾ എന്തായാലും നിങ്ങളെ സപ്പോർട്ട് എന്തായാലും വേണം. ഞാൻ ഒരിക്കൽ കൂടി പറയുകയാണ്, നമ്മുടെ എല്ലാ വീഡിയോസും മുഴുവനായിട്ട് കാണുക. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഞങ്ങൾ വായിക്കുന്നുണ്ട്, പറ്റിയതിനൊക്കെ ഞങ്ങൾ റിപ്ലൈ ചെയ്യുന്നുണ്ട്, ഒക്കെ ഉണ്ട്. അപ്പോൾ സപ്പോർട്ട് ചെയ്യുന്നതിന് അതാണ് ഏറ്റവും വലിയ കാര്യം. ഞങ്ങളെ ഒരുപാട് വിഷമങ്ങളും കാര്യങ്ങളും പറയുന്ന സമയത്ത് ഒരുപാട് ആൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവർക്കൊക്കെ ഒരുപാട് താങ്ക്സ്. ഇനി സപ്പോർട്ട് ചെയ്യാത്തവർക്കും താങ്ക്സ്. കാരണം എന്താണെന്ന് വെച്ചാൽ നിങ്ങളാണ് നമ്മളടുത്ത ഇതിനുള്ളൊരു മോട്ടിവേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, എല്ലാം ചെയ്യുക. അപ്പം കൂടെ കാണണം. ബൈ.